DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരെയും അതോടൊപ്പം APL വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ നീലവെള്ള റേഷൻ കാർഡുകാരെയും ഉൾപ്പെടുത്തി വർഷം 25 ലക്ഷം രൂപ വരെ കുടുംബത്തിന് ചികിത്സാ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുന്ന പുതിയ സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെട്ട ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാന സർക്കാർ ഒരു ഓണ സമ്മാനമായി പ്രഖ്യാപിക്കുവാൻ ഒരുങ്ങുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. UDF സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിലവിൽ സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ ചികിത്സാ സഹായ പദ്ധതികളും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളും ഏകോപിപ്പിക്കും. സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും വർഷം 25 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ നടപ്പിലാക്കുന്നതിനുള്ള സമഗ്ര രൂപരേഖ ഓണസമ്മാനമായി പ്രഖ്യാപിക്കുവാനാണ് ഇപ്പോൾ സർക്കാർ നീക്കം നടത്തുന്നത്. നിലവിൽ സംസ്ഥാനത്തെ 40 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് സുരക്ഷാ പദ്ധതിയും മാരക രോഗങ്ങൾക്ക് APL വിഭാഗത്തിലുള്ളവർക്കും 2 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉൾപ്പെടെയുള്ളവയും ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകും. സംസ്ഥാനത്തെ എല്ലാ കുടുംബത്തിനും ലഭ്യമാകുന്ന ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ സമഗ്ര പദ്ധതി രേഖ ധനനിയമ ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘം വിശദമായി പഠിച്ച് സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പ്രഖ്യാപിക്കുവാനാണ് പോകുന്നത്. ഉയർന്ന ശമ്പളമുള്ളവർക്കും സാമ്പത്തിക ശേഷിയുള്ളവർക്കും പ്രീമിയം പൂർണ്ണമായും സൗജന്യമാക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതിനാൽ BPL വിഭാഗത്തിൽപ്പെട്ടവർക്കും APL വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മാത്രമായിരിക്കും 25 ലക്ഷം ചികിത്സാ സഹായം ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയം സൗജന്യമാവുക. മറ്റുള്ളവരിൽ നിന്നും നിശ്ചിത തുക പ്രീമിയമായി ഈടാക്കുവാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. എങ്കിലും സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ഈടാക്കുന്നതിനേക്കാൾ വളരെ കുറവായിരിക്കും ഈ പദ്ധതി വഴിയുള്ള പ്രീമിയം. പുതിയ ഉമ്മൻചാണ്ടി പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മുൻപായി സർക്കാർ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്, ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെ കേന്ദ്ര പദ്ധതികളെ ഈ പദ്ധതിയിൽ കൂട്ടിച്ചേർക്കാനാകുമോ എന്നതാണ്. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത്. രണ്ടാമത്, മുഴുവൻ കുടുംബങ്ങൾക്കും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചതിനാൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിസെപ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രീമിയം ഈടാക്കി നടപ്പിലാക്കുന്ന തനത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ എന്നിവ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നതാണ്. മൂന്നാമത്തേത്, ഒരംഗം മാത്രമുള്ള കുടുംബത്തിനും കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിനും ഒരേ രീതിയിൽ കവറേജ് നൽകുന്നത് പര്യാപ്തമാകുമോ എന്നതാണ്. ഒരംഗമോ രണ്ടംഗമോ മാത്രമുള്ള കുടുംബത്തിന്റെ ഇൻഷുറൻസ് കവറേജ് ചിലപ്പോൾ 25 ലക്ഷം രൂപയിൽ നിന്നും താഴെയാക്കിയേക്കാം. ഓണത്തിന് മുൻപ് തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് സംസ്ഥാനത്തെ എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭ്യമാകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കുമെന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഗുരുതര രോഗങ്ങൾ ബാധിക്കുകയോ അപകടങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നതിലൂടെ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തകരുന്ന അവസ്ഥ ഒഴിവാക്കുവാൻ ഈ പദ്ധതി വലിയൊരു പരിഹാരമാകുമെന്ന് ഉറപ്പാണ്. ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.